ഇവളുടെ അമ്മ നിശ്ചയം കഴിഞ്ഞ് നീ വേറെ ഏതൊരുത്തിന്റെ ഒപ്പം 6 മാസം നോക്കി ലണ്ടനിൽ പോയിട്ട് ഒരേ വീട്ടിൽ ഒപ്പം ഇരിക്കണം പറയും. ഇത് നടക്കില്ലാൻ പറയും. ആ സമയത്ത് ഇവളാണെങ്കിൽ അമ്മ അതൊരു ചെറിയ കുട്ടീനെ നോക്കാൻ ഞാൻ പോകണം, ഇവനെ നോക്കാനെല്ലാം പറയും. ആ സമയത്ത് ഇവിടെയാണെങ്കിൽ നോക്കി ഹീറോന്റെ അച്ഛൻ ഹീറോ എടുത്ത് നോക്കിയാൽ നിന്റെ ഫ്രണ്ട് കുട്ടിയാടാ, നീ പോയി നോക്കിയില്ലെങ്കിൽ അവൻ അനാഥനാൻ പറയും. പക്ഷേ ഹീറോ ആണെങ്കിൽ നോക്കി അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് ഇവളാണെങ്കിൽ അച്ഛനടുത്ത് പോയിട്ട് അച്ഛാ ഞാൻ നിങ്ങളുടെ അടുത്താണ് ഒരു വാക്ക് കൊടുത്ത് അതിന് പാലിക്കണം പറഞ്ഞ് പഠിച്ചത്. ഞാൻ നോക്കിയപ്പോൾ അവളുടെ അടുത്ത് വാക്ക് കൊടുത്തു അവളുടെ കുട്ടിക്കായി എപ്പോഴും ഉണ്ടാകുമെന്ന്. അത് നോക്കി പാലിച്ചില്ലെങ്കിൽ നോക്കി ഞാൻ നിങ്ങളുടെ കുട്ടിയാവില്ല അച്ഛൻ പറയും. ആ സമയത്ത് ഇവിടെയാണെങ്കിൽ നോക്കി ഹീറോ പറ്റില്ലാൻ പറഞ്ഞ് പോകുന്ന ടൈമിൽ എടാ നിന്റെ ഫ്രണ്ട് അനാഥനായി, അതുപോലെ നീ അവൻ അനാഥനായി വിടാൻ പോവാണോ? അവൻ്റെ കുട്ടീൻ ലാസ്റ്റ് അനാഥനായി വളരണം പറഞ്ഞ് ചോദിച്ചതും ഹീറോയ്ക്ക് എന്തോ പോലെ ആവുന്നു. അങ്ങനെ അടുത്ത ദിവസമാണെങ്കിൽ നോക്കിയാൽ കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി ഇവരാണെങ്കിൽ ആ കോൺസുലർ അടുത്ത് പോയപ്പോൾ ആ കോൺസുലറിലാണെങ്കിൽ നിങ്ങൾ ലണ്ടനിൽ പോയിട്ട് നോക്കിയാൽ ഒപ്പം ഒരേ വീട്ടിലിരിക്കണം, ഈ കുട്ടീനെ നിങ്ങളുടെ സ്വന്തം കുട്ടീനെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് നോക്കി അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. അവളാണെങ്കിൽ സൈൻ ഇട്ട് പോകും. ആ സമയത്ത് ഹീറോൻ്റെ ഒരു സൈൻ ഇടാൻ പറഞ്ഞതും ഹീറോ നോക്കി അച്ഛാ എനിക്ക് എന്നെ തന്നെ നോക്കാൻ വയ്യ, ഞാൻ ഈ കുട്ടീനെ നോക്കാൻ പറ്റുമെന്ന് ചോദിച്ചതും ആ സമയത്ത് ഇവൻ്റെ അച്ഛനാണെങ്കിൽ എടാ എല്ലാ കുട്ടിയും നിന്നെ പോലെ തന്നെ ഇരിക്കണമെന്നില്ല, ഈ കുട്ടീനെ കാണുമ്പോൾ നല്ല കുട്ടീനെ പോലും നീ പോയി നോക്കിയിട്ട് പോകാൻ പറയും. ആ സമയത്ത് ഇവനാണെങ്കിൽ നോക്കി ദേഷ്യത്തിൽ നോക്കി സൈനും പറഞ്ഞ് സൈൻ എടുക്കുകയാണ്. അങ്ങനെ ഇവരാണെങ്കിൽ ലണ്ടനിൽ പോകാൻ വേണ്ടി നോക്കി എയർപോർട്ടിൽ പോകും. ഹീറോയിൻ നോക്കി എയർപ്ലെയിനിൽ പോകുമ്പോൾ അവിടെ എയറോ സ്റ്റേഷൻ പോയി നോക്കി വാനം വെച്ച് ഇടിക്കുകയാണ്. ആ സമയത്ത് അവളോട് സോറി പറഞ്ഞിട്ട് അങ്ങനെ ഉള്ളിൽ പോകും. ഇവനുള്ളിൽ പോയി ഇരുന്നതും കുട്ടീൻ്റെ കളിപ്പാട്ടാണെങ്കിൽ കയ്യിലെടുത്തതും ആ കുട്ടിയാണെങ്കിൽ എനിക്കത് വേണം പറഞ്ഞ് നോക്കി നേരെ ഇവൻ്റെ പിടുങ്ങും. ആ സമയത്ത് ഇവനാണെങ്കിൽ നോക്കി അവിടുത്തെ വിൻഡോ പോയി സാധനം തുറന്നതും അവിടെയാണെങ്കിൽ ഒരു പെണ്ണിരിക്കുന്നുണ്ടാകും. ഇവനായി നോക്കി ഫ്ലേട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എയറോ സ്റ്റേഷൻ നമ്മുടെ ഹീറോയുടെ അടുത്ത് എന്തെങ്കിലും വേണം ചോദിച്ചും ഹീറോ ആണെങ്കിൽ നിങ്ങൾ നമ്പർ കിട്ടുമെന്ന് ചോദിക്കും. ആ സമയത്ത് നോക്കി ഹീറോയിനെ ആണെങ്കിൽ ഇവൻ ഒരുപോലെ നോക്കുകയാണ്. അവൻ നോക്കിയാൽ രാത്രിയാവുന്നു. എന്നൊക്കെ എയർപ്ലെയിൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെയാണെങ്കിൽ ഹീറോയിനി നമ്മുടെ ഹീറോയോടെ പറഞ്ഞ് നോക്കുമ്പോൾ ഇവിടെയാണെങ്കിൽ ഹീറോ നോക്കി എല്ലാ എയറോ സ്റ്റേഷൻ്റെ അടുത്ത് നോക്കി പോയി സംസാരിച്ച് തോളിൽ കൈയിട്ട് നോക്കി അവിടെ കുടിച്ചോണ്ടിരിക്കും. ഇവിടെ കണ്ടെന്ന് നോക്കി തോളിൽ കൈയെടുത്തതും ഇവനാണെങ്കിൽ നേരെ പോയി കുട്ടീനെ വാങ്ങിച്ചതും ഇവളാണ് നോക്കി വാഷ്റൂമിൽ പോകും. അങ്ങനെ അടുത്ത ദിവസം ഇവരാണെങ്കിൽ നോക്കി ലണ്ടനിൽ എത്തിയിരിക്കുകയാണ്. അവിടെ നോക്കി ഇവളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇവളുടെ ഫ്രണ്ട് വന്നു. അതേ സമയത്ത് നമ്മുടെ ഹീറോയിൻ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി അവന്റെ ഫ്രണ്ട് വരും. അവന്റെ അടുത്ത് ലഗേജ് ഒക്കെ കൊടുത്തിട്ട് ഹീറോയിൻ നോക്കി അവിടെ നേരെ കാറിൽ കയറുകയാണ്. കാർ നോക്കി നേരെ പോകുന്നത് മരിച്ച ഹീറോന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ്. അവിടെ കുട്ടിയാണെങ്കിൽ വീട് കണ്ട് നേരെ കുട്ടി വീട്ടിനുള്ളിൽ ഓടുന്നു. ആ സമയത്ത് ഇവിടെ നോക്കി ഹീറോ ഇറങ്ങിയതും ഓ ഇത്ര വലിയ വീട് കേട്ടിട്ട് എനിക്ക് അറിഞ്ഞില്ല പറയും. നോക്കി ഹീറോ നോക്കി വീട്ടിനുള്ളിൽ പോവുകയാണ്. വീട്ടിനുള്ളിൽ പോയി നോക്കിയാൽ ഹീറോക്കിനെ ഷോക്ക് ആവും. കാര്യം എന്താ വെച്ചാൽ ഹീറോ പോലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. ഹീറോന്റെ ഫ്രണ്ട് ആണെങ്കിൽ ഹീറോയുടെ മുകളിൽ എത്ര സ്നേഹം വെച്ചിട്ടുണ്ടെന്ന് ഇതിലാണ് അറിയുന്നത്. ആ റൂമിൽ നോക്കി ഹീറോന്റെ ഫ്രണ്ട് അവന്റെ ഭാര്യ ഉള്ളത് നോക്കിയാൽ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല വേറെ മതിലാണെങ്കിൽ നോക്കിയാൽ ഇവന് വേണ്ടി ഫ്രണ്ടുള്ള ഫോട്ടോ നോക്കി മൊത്തം അവിടെ തൂക്കിയിട്ടുണ്ടാകും. ഇതെന്റെ ഹീറോ ആണെങ്കിൽ ഇവനെ വളർത്തുമ്പോൾ നോക്കി എന്നെ പ്രേതം പറഞ്ഞ് വളർത്തി എനിക്ക് ഇതൊന്നും ചെയ്തിട്ടുണ്ടാവില്ലല്ലോ പറയുകയാണ്.